മലപ്പുറത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് വരുമ്പോ മഞ്ചേരി ടൗണിലെത്തുമ്പോ മഴ തിമിർത്ത് പെയ്യുക. എന്റെ അടുത്തിരുന്ന കൂട്ടുകാരൻ മഹബൂബിനോട് ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു, സാറ് ആരക്കുഞ്ഞിലെ SKSFന്റെ പ്രിയപ്പെട്ട കുട്ടികള് ദിവസങ്ങളായി വിറക്കളച്ചിട്ട് പോസ്റ്റർ ഒട്ടിച്ചതാ, മഴ പെയ്യുന്നുണ്ട്, പരിപാടി മുടങ്ങുമോ? ആ പാവങ്ങളുടെ പരിപാടി മുടങ്ങുമോ? അടുത്തൊരാൾ വിളിച്ചു പറഞ്ഞു, സാറേ മറുഭാഗത്തും മഴയാ, ചുറ്റുഭാഗത്തും മഴയാ. അപ്പോഴും ഞാൻ പറഞ്ഞു, മഹബൂബേ ഇല്ല ഇല്ല, മഴ പെയ്യില്ല. അവിടെ കാരക്കുന്നിനും മഴയുണ്ടാവില്ല. അപ്പോഴും മഞ്ചേരി ടൗണിലും മഴ തിമിർത്ത് പെയ്യുക. ആ സമയത്ത് തിമിർത്ത് പെയ്യുന്ന മഴയിൽ ഞാൻ വന്നപ്പോ പേര് ഞാൻ പറയുന്നില്ല, മഞ്ചേരിയിലെ ഡബിൾ സ്ക്രീനുള്ള തിയേറ്ററിൽ മുസ്ലിം ചെറുപ്പക്കാർ ഇതുപിടി കൂടുകയാ. എന്തിനാണെന്നറിയോ? മഞ്ചേരിയിൽ നിന്ന് കാരക്കുന്നിലേക്ക് വരുമ്പോ കാണുന്ന തിയേറ്ററിന്റെ മുമ്പില് തിയേറ്റർ ഇല്ലേ ഇല്ലേ, പിന്നെ അതെന്താ എത്തിങ്ങനെ അങ്ങോട്ട് വന്നപ്പോ കണ്ട് ആ നട്ടുപൊരിയുന്ന പഴയത്ത് ചെറുപ്പക്കാര് മഴ നനഞ്ഞിട്ട് ചൂടിക്കുക. നിന്നെ ഒരു വെച്ചേക്കൂലട. എന്താ കാരണം? എന്താ? എന്റെ പ്രിയപ്പെട്ട കരുണിന്റെ കസനമായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മൊയ്തീന്റെ സിനിമ കാണാനുള്ള തിരക്കാ. ഈ മഞ്ചേരി ടൗണിലെ ഡബിൾ സ്ക്രീൻ തിയേറ്ററില് ഓടി ചെയ്യുന്ന മഴയത്ത് പോലും മഴ നനഞ്ഞിട്ട് കിടക്കുമ്പോ ആ സമയത്ത് ബൈക്കിൽ പാഞ്ഞു വരുന്ന വെറുതേക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ടക്കാരെയും ഞാൻ കണ്ടു. ഇവിടെ മൊയ്തീനെ കാണാനുള്ള ഏറ്റവും വലിയ തിരക്കാ. ഞാനൊന്നുകൊണ്ട് മാക്കവിയാണല്ലോ ഇത് പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. മാക്കവിയെ സംബന്ധിച്ചോളം അവന് എല്ലാ കാര്യത്തിലും അതിന്റേതായ അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് മെസ്സിയെ കുറിച്ച് പ്രസംഗിച്ചത്, ഇങ്ങനെ ഞാൻ മഞ്ജു വാര്യരെ കുറിച്ച് പ്രസംഗിച്ചത്. എല്ലാ കാര്യത്തിലും വ്യക്തമായി തന്നെ നിലപാട് പറയുന്ന ആരെങ്കിലും നിന്ന് അപവാദം പറഞ്ഞാൽ പേടിച്ചിട്ട് മുട്ടിപിരിപ്പോടാനാണെങ്കില് പിന്നെ നട്ടല്ലൂരിയിട്ട് വാടപ്പിണ്ട് വെച്ചാ പോലെ കുനിഞ്ഞു നിന്ന് വെടികൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത്, കുനിഞ്ഞു നിന്ന് യാചിക്കുന്നതിനേക്കാൾ നല്ലത് നിവർന്നു നിന്ന് വെടികൊണ്ട് മരിക്കുന്നതാണെന്ന് കരുതുന്നവനാണ് ഞാൻ. ഈ ദീനിന്റെ പ്രബോധനത്തിന്റെ മാർഗത്തില് വെടിയുന്ന നെഞ്ചിലേക്ക് തുളച്ചു കയറി പിച്ചാത്തിപ്പടി വയറ്റിലോട്ട് കയറിയാൽ അങ്കാറതിയല്ലാതെ സ്വർഗം കിട്ടുമെന്ന് പരീക്ഷിച്ചിട്ടാണ്. ഒരു പ്രചരിപ്പിക്കുന്ന വാക്കലല്ല. ഞാൻ എന്റെ മക്കളോട് സലാം പറഞ്ഞിറങ്ങുമ്പോ തിരിച്ചു വരാമെന്നവർക്ക് മുത്തം കൊടുത്താലും തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ മക്കളെ സ്വർഗത്തിന്റെ കട്ടിലേറ്റ് മുത്തം കൊടുക്കാണ് എന്റെ റബ്ബിനിക്ക് സൗഭാഗ്യം തരുമെന്ന് കരുതിയിട്ട് നടക്കുന്നതാ. അപവാദം പറയട്ടെ, ഏതുവരെ മാനപ്പടക്കത്തിന് തീ കൊളുത്തിയാലും പൊന്നുമോനെ കുരുങ്ങി നിന്ന് യാചിക്കുന്നതിനേക്കാൾ നല്ലത് നിവർന്നു നിന്ന് വെട്ടിക്കൊണ്ട് മരിക്കുന്നതാ. അതുകൊണ്ട് ഞാൻ പറയാ, ഇന്ന് മലയാളത്തിന്റെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ്. അതുകൊണ്ടാണ് മെസ്സിയെ കുറിച്ച് പറഞ്ഞാലും അഭിപ്രായത്തിൽ നിന്ന് പിന്മാറാത്തത്. അതുകൊണ്ടാണ് മാറ്റി പറയാത്തത്. 1000 കുതിരശക്തിയെ കുറിച്ച് അതിനകത്ത് പത്തിമാറിയാവുന്ന സമകാലിക സൂത്രത്തിന്റെ പുനർമാതൃക എന്ന വിഷയം ഇന്നലെ പടന്നയിൽ കാസർഗോഡ് പടന്നയിൽ പറയുമ്പോൾ മഞ്ജുവാര്യരെ കുറിച്ച് പറഞ്ഞപ്പോ പലരും പറഞ്ഞു, സ്ഥാനേ പ്രശ്നമാകുമല്ലോ, പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ റബ്ബ് നാവ് തന്നെ എന്തിനാ? ഈ മലയാളത്തിന്റെ മലബാറിന്റെ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ ആമാശയത്തിന് വേണ്ടി ആശയത്തെ പണയുമ്പോഴാണ് ഉദരത്തിന് വേണ്ടി അതിരത്തെ ചലിപ്പിക്കാറ് പടച്ചറപ്പിന്റെ ദീൻ പറയുമ്പോ ലോകത്തിന്റെ കേരളത്തിന്റെ ചെറുപ്പക്കാര് മുഴുവന് കീഴടക്കിയ പ്രണയകഥയാണ്. ആ പ്രണയകഥ മൊയ്തീന്റെ കഥയാ. അടുത്തുള്ള മുറ്റത്ത മണ്ണിലെ പടച്ചവണ്ണിനെ കണ്ട് ശരീരം മുഴുവനും കൂടിത്തിരിക്കുമ്പോ അതുപോലൊരു കാമകൻ വേണമെന്ന് ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുമ്പോ ഒക്കത്തെ പടയിലും മൊയ്തീൻ മുങ്ങി മരിക്കുമ്പോ ആ മരിച്ച മൊയ്തീന്റെ ശരീരത്തിൽ വന്ന് മാംസം വന്ന് മത്സ്യങ്ങൾ കടിച്ചു പറിച്ചപ്പോ മൊയ്തീന്റെ കാമിത് കാഞ്ചനമാല പിന്നീട് മരിക്കുന്നത് വരെ ഇപ്പൊ നീച്ചിരിക്കുന്നൊരു മാംസം മത്സ്യം നിന്നിട്ടില്ല. കാരണം എന്താണെന്നറിയോ? പടയിൽ തന്റെ പ്രിയപ്പെട്ട കാമുകന്റെ മയ്യത്ത് കിടക്കുന്ന പിടയുമ്പോ ആ ശരീരത്തിന്റെ മാംസം നീന്തുന്നതുകൊണ്ട് ആ പ്രണയ സാക്ഷാത്കാരത്തിന്റെ അടയാളമായി ഇതേവരെ മത്സ്യം നിന്നിട്ടില്ലെന്ന് പത്രമാധ്യമങ്ങളെ പറയുമ്പോ പൊന്നുമോനെ പ്രേമമൊന്നും ആ പ്രേമമല്ല മോനെ, കാമുകയുടെ പ്രേമമല്ല. ഇതേവരെ തടിച്ചുകൂടിയവരോട് ഞാൻ പറയാം, ബിലാലിന്റെ പ്രേമമോ, ബിലാലിന്റെ പ്രേമമോ. ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ സമകാലിക ദർപ്പണത്തിന്റെ വായനയിൽ പറയേണ്ടതല്ലോ. ഏറ്റവും വലിയ പ്രേമം ലീലാമജുനുവിന്റെ പ്രേമമോ. ാണ് പറഞ്ഞതല്ലോ. മജുനു പറഞ്ഞതെന്താ? ലൈല അല്ലാത്തൊരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട, പിന്നീട് എന്റെ കണ്ണുകൊണ്ട് ലൈലേ കാണണമെന്ന് ആ അഴുക്ക് മുഴുവനെ
കഴുകിക്കളഞ്ഞാൽ എന്റെ കണ്ണുകൊണ്ട് എന്റെ പിന്നെ കാമുകി ലൈലയേക്കാളോ അത്ര വലിയ പ്രണയകാര്യം കേട്ടവരെ ആ വാക്ക് വന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു എന്ന് ചോദിക്കുന്നുണ്ടോ മുസ്ലിമേ ലൈലയല്ലാതെ മറ്റൊരു പെണ്ണിനെ കണ്ട പിന്നെ ആ കണ്ണ് കഴുകിക്കളഞ്ഞിട്ട് ലൈലയെ കാണാൻ പറ്റൂ മോനെ അള്ളാനെ കാണേണ്ട കണ്ണല്ലേട വിട്ട അള്ളാനെ കാണേണ്ട കണ്ണല്ലേ അവന്റെ റബ്ബിനെ കാണേണ്ട കണ്ണല്ലേ ആ കണ്ണ് മുഴുവനും ഹറാമ് കണ്ട കണ്ണ് കണ്ട് എങ്ങനെയാ കണ്ണുനീര് കൊണ്ട് ആ കണ്ണിലെ അഴുക്ക് കഴുകുകളയാണ് അള്ളാന്റെ ലിക്കായിനെ കാണുന്നതെങ്ങനെയാ പടച്ചറപ്പിന്റെ ലിക്കായിനെ കാണുന്നതെങ്ങനെയാ അതാണ് ഏറ്റവും വലിയ പ്രേമമന്ദിരേ പിന്നെ കാമുകന്റെ ശരീരത്തിന്റെ മാംസം കടിച്ച മത്സ്യം തിന്നാത്ത കാമുകയുടെ കാമുകന്റെ കഥ പറഞ്ഞ് ചെറുപ്പക്കാരാളിന്റെ ഹൃദയം തരളിതമാകുമ്പോ ഞാനൊരു പ്രേമത്തിന്റെ കഥ പറയാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രേമത്തിന്റെ കഥ പറയാനുള്ള സമയം നമുക്കില്ല ഇൻഷാ അല്ലാഹ് ഡിസംബർ 28, 29 പെരുന്തൽമണ്ണ സ്റ്റേഡിയത്തില് ഹബ്ബുറസൂല് പ്രഭാഷണം നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് സലാത്തുകൾ പ്രകമ്പനം കൊള്ളുന്ന ഹബ്ബുറസൂല് സദസ്സില് ഈ പുരുഷാരത്തെയും ഈ സഹോദരിമാരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അതിന്റെ പേര് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി ഹബീബായ നബി തങ്ങൾ വഫാത്തായി എന്ന വാക്ക് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പിടിച്ചവാളുമായി ഉമറിനോട് അബൂബക്കറിനോട് പറഞ്ഞില്ല, അബൂബക്കറേ വഫാത്തായില്ല. മൂസാ നബി അല്ലാഹനെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നതുപോലെ എന്നെ മുത്ത് അല്ലാഹനെ കാണാൻ പോയതാണ്. അത് കഴിഞ്ഞിട്ട് 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും അബൂബക്കറേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുമ്പോ ഹബീബായ നബി തങ്ങളുടെ വഫാത്ത് കിടന്നിട്ട് ഹബീബായ നബി തങ്ങളുടെ ആ പുണ്യമായ ശരീരം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കബറടക്കപ്പെട്ട് മണ്ണിട്ട് മൂടി ആപത്ത് മുഴുവൻ നാഥനില്ലാത്ത മദീനയിലേക്ക് ഹബീബില്ലാത്ത മദീനയിലേക്ക് ഭക്തയില്ലാത്ത കൂട്ടിലേക്ക് കടന്നു വരുമ്പോ ഹബീബായ നബി തങ്ങളുടെ ഫാത്തിമ ബീവി പൊട്ടിക്കരയുമ്പോ മദീന മുഴുവനും പൊട്ടിക്കരയുകയാ. ഇനി മുത്തുനബിയില്ലല്ലോ, ഇനി ഹറമിന്റെ സുഗന്ധമില്ലല്ലോ, ഇനി ആമിനയുടെ പൂമോനില്ലല്ലോ, ഇനി മസ്ജിദുൻ നബവിയുടെ രാവിലെ സഹാബാന്ന് വിളിക്കുന്ന വാക്ക് കേട്ടില്ലല്ലോ. ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിനോട് അനസ് അതാബത്ത് അൻഫുസുക്കും അൻ തഹസൂ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തുറാബ്. എന്റെ ഹബീബായ ഉപ്പാന മലത്തിൽ കിടത്തിയുണ്ട്, എന്റെ ഉപ്പാന മുഖത്തേക്കും മണ്ണിടാ. എങ്ങനെ കഴിഞ്ഞു അനസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തോന്നിക്കുന്നു. ഹബീബായ നബി തങ്ങളുടെ കബറടക്കം കഴിഞ്ഞു ആപത്ത് ദുഃഖസാഗരത്തിൽ കിടക്കുമ്പോ അതാ കെട്ടുംപാണ്ടുമായിട്ട് ബിലാല് വരികയോ. ഇവിടേക്ക് ബിലാൽ ആംഗനമാലയുടെ പ്രണയകാലം കണ്ട് കൊതിരി പലരെ പറയാ, എന്റെ കാമുകനില്ലാത്ത മദീനയിലെ ഞാനിനിയില്ല. എന്റെ ഹബീബായ നബി തങ്ങൾ കണ്ണു പറഞ്ഞാൽ എന്റെ മുത്തരവിയെ കാണാത്ത മദീനയിലേക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ ഫലസ്തീനിലേക്ക് പോയി. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ എന്റെ കാമുകനായ ഹബീബില്ലാത്ത മതാഉ കഹ്ലു മിൻ ഫറാക ജുഫൂരി മതാഉ ബിനവറത്തിൻ മിൻ അസീബി. മദീനയുടെ മണ്ണെടുത്തിട്ട് എന്റെ കണ്ണിന് സുറുനീർണമെന്ന് ആഗ്രഹം പറഞ്ഞ ഭാര്യപ്പല്ലതങ്ങൾ കൊണ്ട് പ്രേമത്തെ ലോകത്തോട്ട് നടക്കുക അനുരാഗത്തിന് ഒരു ബിലാല് പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ കണ്ണ് തുറന്നാൽ എനിക്ക് എന്റെ കാമുകനായ ഹബീബിനെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അണയാത്ത പ്രേമത്തിന്റെ മൺചരാറ് പോലെ ഷാമിലേക്ക് നാട് വിട്ടുപോയി ബിലാൽ റളിയല്ലാഹു അൻഹു.